ഇപ്പോൾ രജിസ്ട്രാർ അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക്. പ്ലീസ് 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 പ്ലീസ്. അതായത് ഈ ഫയൽ നീക്കം കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? സാറ് കൈകാര്യം ചെയ്യുന്ന ഫയലുകളൊന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. വരട്ടെ നോക്കാം. ശരി. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വൈസ് ചാൻസലർ സിസ തോമസ് ഇദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന നിർദ്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത്. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് ഗൗനിച്ചില്ല. അദ്ദേഹത്തിന് ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അടക്കം ഇന്നലെ മുതൽ വർക്കിംഗ് ആയിട്ടുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഇനി ഫയലുകളിൽ ഒപ്പിടാൻ കഴിയും. അതേസമയം തന്നെ അത്തരം ഫയലുകൾ, രജിസ്ട്രാർ ഒപ്പിടുന്ന ഫയലുകൾ മാറ്റിവെക്കണം എന്നൊരു നിർദ്ദേശമാണ് സിസ തോമസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ ഭരണ തലം പല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം SFI നടത്തിക്കൊണ്ടിരിക്കുകയാണ്, DYFI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷീജ തുടരുന്നു. ഷീജ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ഒരു ഗവർണർ നടത്തുന്ന VCയിലൂടെ നടത്താൻ പോകുന്ന ഈ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യാഘാതം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവിന് പോലും മനസ്സിലാവുന്നില്ല. SFIയുടെ കുട്ടികളെ ഗുണ്ടകളെന്ന് വിളിക്കാനാണ് അദ്ദേഹം തയ്യാറാകുന്നത്. ഈ കാവ്യവൽക്കരണം അല്ലെങ്കിൽ ഗവർണർക്ക് ഒരു അധികാരം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നോമിനികളെ VCയായി വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം, അത് കോൺഗ്രസ്സിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, KSUവിനും തിരിച്ചറിയാൻ കഴിയുന്നില്ല. SFIയെ ആക്ഷേപിക്കാനാണ് അവർ തയ്യാറാകുന്നത്. ഷീജ, ഷമ്മി, ഇതിൽ കാണേണ്ടത്, അതായത് ഒരു സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് VCയെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർവകലാശാലയിൽ വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നുള്ളൊരു തീരുമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ ഏതായാലും അല്പസമയം മുമ്പാണ് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തിയത്. ഏതായാലും അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ പോലും എല്ലാം വരട്ടെ, നോക്കാം എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഈ രജിസ്ട്രാറെ പൂർണ്ണമായ തോതിൽ വ്യക്തിപരമായി ആക്രമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് VC കുറച്ച് നാളുകളായി തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് VCയുടെ തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്ത് രജിസ്ട്രാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലകളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അക്കാദമിക് പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു കാവ്യവൽക്കരണത്തിനുള്ള നീക്കം നടത്തുക എന്നുള്ളതാണ് VC ഉപയോഗിച്ചുകൊണ്ട് ചാൻസലർ ചെയ്യുന്നത്. ഇതിനെയാണ് സിൻഡിക്കേറ്റ് ഒന്നടങ്കവും രജിസ്ട്രാറും അടക്കം വിമർശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതുതന്നെയാണ് CPIഎമ്മും ഇടതുപക്ഷവും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പോലും അതിന്റെ വസ്തുതകളിലേക്ക് കടക്കാതെ സർക്കാരിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ നിലപാടുകളെ വിമർശിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ നേതാവ് പോലും തയ്യാറാകുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതോടൊപ്പം തന്നെ എന്താണ് ചാൻസലർ VCയിലൂടെ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ വസ്തുത അത് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, പക്ഷേ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു നിലപാടുമായി മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ശാഠ്യം മാത്രമാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ VCയെ കൈപ്പിടിയിലാക്കുന്നു. അതിനുശേഷം VCയിലൂടെ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളിലേക്ക് കടക്കുന്നു. ആത്യന്തികമായി അവരുടെ ലക്ഷ്യം നമ്മുടെ സിലബസ് അടക്കം അതിൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ചേരുവകകൾ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ബൗദ്ധികമായ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്ന ഒരു ദീർഘമായ അജണ്ടയാണ് ഇതുമായി ബന്ധപ്പെട്ട് RSSനും സംഘപരിവാറിനുമുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഈ പറയുന്ന പോലെ കുറച്ച് സ്ഥാനങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഈ ഇവിടെ വൈസ് ചാൻസലറുടെ രജിസ്ട്രാറുടെ ചുമതല കിട്ടിയ ആൾ, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VCയായി വന്നിട്ടുള്ള രവീന്ദ്രൻ, അങ്ങനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്ഥാനം ഗവർണർ കൊടുക്കുമ്പോൾ 2ഓ 3ഓ സ്ഥാനങ്ങൾ കോൺഗ്രസ്സിന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഷീജ,
തീർച്ചയായും ഷമി, ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി മാത്രം കാര്യങ്ങൾ കണ്ടും നിലപാട് സ്വീകരിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് UDF സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. അത് വലിയ തിരിച്ചടി UDFന് തന്നെ ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം, അവിടെ അക്കാദമിക് പ്രവർത്തനങ്ങളെ ആകെ അട്ടിമറിച്ച് സ്വന്തം നിലയിലുള്ള രീതിയിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളൊരു തീരുമാനം, അത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പല സർവകലാശാലകളിലൂടെയും ഇപ്പോൾ ചാൻസലർ കാര്യങ്ങൾ നീക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, പല സർവകലാശാലകളിലും, നമുക്കുള്ള സർവകലാശാലകളിൽ ഭൂരിപക്ഷം സർവകലാശാലകളിലും ഇൻചാർജ് VC-മാരുടെ ഭരണമാണ് എന്നുള്ള കാര്യമാണ്. സർക്കാർ കൃത്യമായിട്ടുള്ള പട്ടിക നൽകിയിട്ട് പോലും ആ പട്ടികയിൽ നിന്നും സ്ഥിരം VC-യെ തിരഞ്ഞെടുക്കുന്നതിനപ്പുറത്തേക്ക് സ്വന്തം നിലയ്ക്ക് VC-മാരെ ഇൻചാർജ് ഭരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിട്ടുകൊണ്ട് ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാണ് ചാൻസലർ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ ഇവിടെ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും ഏതായാലും ഇൻചാർജ് ഭരണം തന്നെയാണ്. കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലാകട്ടെ ഇവിടെ താൽക്കാലിക VC-യും ആരോഗ്യ സർവകലാശാലയുടെ സ്ഥിരം VC-യുമാണ്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരള സർവകലാശാലയിൽ പരമാവധി പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒക്കെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ചാൻസലർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. അത് അതേ രീതിയിൽ തന്നെ VC-യും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് ഈ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അപ്പോഴും പക്ഷേ രാഷ്ട്രീയപരമായി മാത്രം വിഷയത്തെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് UDF സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. ഷമി. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.